ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി 10-ൽ 7 രാജ്യസഭാംഗങ്ങളും ബി.ജെ.പിയിലേക്ക്. രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവരാണ് ആം ആദ്മി പാർട്ടി വിട്ടെന്ന് പ്രഖ്യാപിച്ചത്. ഹർഭജൻ സിംഗ്, സ്വാതി മാലിവാൾ, രാജേന്ദ്ര ഗുപ്ത, വിക്രംജിത്ത് സാഹ്നി എന്നിവരും പാർട്ടി വിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. That I am the right man in the wrong party. I repeat, I am the right man in the wrong party. इसलिए आज हम ये अनाउंस करते हैं, मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. हमने ये डिसाइड किया that we, the 2/3 members of parliament of the belonging to the Aam Aadmi Party in Rajya Sabha, exercise the provisions of the Constitution of India and merge ourselves with the BJP. हम BJP में विलय करते हैं. പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട് 7 പേരും രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ട്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഏറെ നാളായി ഈ രാഘവ് ചദ്ദ പാർട്ടിയുമായി കലഹിച്ച് ആം ആദ്മി പാർട്ടി और आज സഞ്ജയ് സിംഗ് മാധ്യമങ്ങളോട് आम आदमी पार्टी के राज्यसभा के 7 सांसद तोड़कर भारतीय जनता पार्टी में शामिल किया. ये 7 नाम पंजाब की जनता को याद रखना चाहिए. ये 7 नाम पंजाब के साथ गद्दारी करने वाले जो ये लोग हैं, पंजाब के लोग इनको कभी माफ नहीं करेंगे. पंजाब की जनता इनको कभी माफ नहीं करेगी. आप बताइए, राघव चड्ढा को पार्टी ने विधायक बनाया, सांसद बनाया, क्या क्या नहीं दिया. पंजाब के लोगों ने, पंजाब की जनता ने कितना प्यार दिया, राज्यसभा में पहुंचाया. आप भारतीय जनता पार्टी की गोदी में पहुंच गए. संदीप पाठक को पंजाब की जनता के സഞ്ജയ് സിംഗ് MP സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമരയാണ് ഇവിടെ നടന്നത്. പഞ്ചാബ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്. പഞ്ചാബിലെ ജനങ്ങൾ ഒരു കാലത്തും പൊറുക്കില്ല എന്നതുൾപ്പെടെ അദ്ദേഹം വിശദീകരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ. സഞ്ജയ് സിംഗ് MP. ഇപ്പോൾ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, രാഘവ് ചദ്ദ ഏറെ നാളായി ഈ ആം ആദ്മിയുമായി കലഹിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഈ രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിടാൻ പറയുന്ന ഒരു കാരണം എന്താണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്ന രാഘവ് ചദ്ദയും ഒപ്പം 7 എംപിമാരുമാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോയിരിക്കുന്നത്. രാജ്യസഭാംഗങ്ങൾ 7 പേർ, 10-ൽ 7 പേരും ബി.ജെ.പിയിൽ അംഗത്വം എടുക്കാൻ തയ്യാറായിരിക്കുന്നു. രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവരാണ് ആം ആദ്മി പാർട്ടി വിട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർഭജൻ സിംഗ്, സ്വാതി മാലിവാൾ, രാജേന്ദ്ര ഗുപ്ത എന്നിവരും പാർട്ടി വിടുമെന്ന നേതാക്കൾ പറയുന്നു. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഇപ്പോൾ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന വിവരങ്ങൾ? അമൽ, അനുജ, ഒരു വലിയ തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ആ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ 7 പേർ ഇപ്പോൾ പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ 10 എംപിമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 പേരാണ്. അതിൽ അവരുടെ മുഖം തന്നെ രാഘവ് ചദ്ദ, ഒപ്പം തന്നെ സന്ദീപ് പഥക്, അതുപോലെ തന്നെ അശോക് മിത്തൽ. പിന്നീട് ആ 3 പേർ തന്നെ പറഞ്ഞത് ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ ഉൾപ്പെടെയുള്ള മറ്റ് 4 പേർ കൂടി പാർട്ടി വിടുന്നു, ബി.ജെ.പിയിലേക്ക് അവരും പോകുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ രാഘവ് ചദ്ദ, അദ്ദേഹം ആ ഒരു വാർത്താ സമ്മേളനം തുടങ്ങുന്നത് തന്നെ ഐ ആം ദ റൈറ്റ് മാൻ ഇൻ റോങ് പാർട്ടി എന്നതായിരുന്നു. അതിനുശേഷം പറഞ്ഞു അതായത് അഴിമതി മുക്തമാക്കുവാൻ വേണ്ടി തുടങ്ങിയ ഒരു പാർട്ടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തങ്ങളുടെ ഒരു വാക്കുകളും കേൾക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല. പലതരത്തിൽ വഴിവിട്ട തരത്തിലേക്ക് പാർട്ടി പോകുന്നു. പല നേതാക്കൾ അവരുടെ ഇഷ്ടാനുസരണമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പാർട്ടിയുടെ തുടക്കം മുതൽ തന്റെ അധ്വാനവും വിയർപ്പും ഈ പാർട്ടിക്കൊപ്പമുണ്ട് എന്നതായിരുന്നു രാഘവ് ചദ്ദ പറഞ്ഞത്. എന്തായാലും ആ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിടുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നും രാഘവ് ചദ്ദ പാർട്ടി വിട്ടുകൊണ്ട് നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. സന്ദീപ് പഥക്കും അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. എന്തായാലും ഇവർ ഇന്ന് തന്നെ രാവിലെ
രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകി. അതായത് ഈ 10-ൽ 7 എംപിമാർ, 3-ൽ 2 പേർ പാർട്ടി വിട്ടാലും ഈ എംപിമാർ പാർട്ടി വിട്ടാലും ഈ രാജ്യസഭാ അംഗത്വം അത് അയോഗ്യത കൽപ്പിക്കാനായി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ ലയനവുമായി ബന്ധപ്പെട്ട് BJPയിലേക്ക് ലയിക്കുന്നു എന്ന് അറിയിക്കുവാനുള്ള കത്ത് രാജ്യസഭാ അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 7 എംപിമാർ ഇനിയുള്ള സമ്മേളനങ്ങളിൽ അത് BJPക്കൊപ്പമായിരിക്കും പാർലമെന്റിൽ ഉണ്ടാവുക. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോയത്. അതിൽ നിരവധി പേരുണ്ട് എന്നതാണ്. കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം മുതിർന്ന നേതാക്കൾ ഈ പാർട്ടിയുടെ ആദ്യഘട്ടം മുതൽ, പാർട്ടി രൂപീകരണം മുതലുള്ള പല നേതാക്കൾ പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 7 എംപിമാർ, രാജ്യസഭാ എംപിമാർ കൂറുമാറി ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അമൽ, അനുജ. അച്യുതനിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ എംപിമാർ ഇനിയും പാർട്ടി വിടും എന്ന സൂചന കൂടി ഇവർ നൽകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ രാഘവ് ചദ്ദയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം അകൽച്ചയിലായിരുന്നു. അദ്ദേഹത്തെ രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. കൂടാതെ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിൽ താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരുപക്ഷെ ഈ മദ്യനയ അഴിമതി കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതിനു ശേഷം നടന്ന പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഒരു അകൽച്ച കാണിച്ചിരുന്നു. ഒരു കാലത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത ആൾ, അനുയായി എന്ന രീതിയിലൊക്കെ നിന്നയാളാണ്. അരവിന്ദ് കെജ്രിവാളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നയാൾ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇത് ഈ രീതിയിലേക്ക് മാറിയത്? കൂടുതൽ എംപിമാർ പാർട്ടി വിടും എന്നതാണോ സൂചന? അനുജ, കൂടുതൽ എംപിമാർ പാർട്ടി വിടുമെന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രാജേന്ദ്ര ഗുപ്ത, വിക്രംജിത്ത് സിംഗ് സാഹ്നി തുടങ്ങിയ എംപിമാരും ഇവർക്കൊപ്പം പാർട്ടി വിടുന്നു എന്നത് തന്നെയാണ് ഈ 3 പേരും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7 എംപിമാരും BJPയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് നൽകുന്ന വിവരം. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാളായി പാർട്ടിയോട് അകലം പാലിച്ച് കഴിയുകയാണ് രാഘവ് ചദ്ദ. പല പൊതുപരിപാടികളിൽ പോലും രാഘവ് ചദ്ദയുടെ അസാന്നിധ്യം നമുക്ക് കാണാനായി കഴിയും. അത് ഈ മദ്യനയ അഴിമതിയിൽ കേജ്രിവാളിനെയും മറ്റ് നേതാക്കളെയും കുറ്റവിമുക്തമാക്കിയതിന് പിന്നാലെ ആം ആദ്മി നടത്തിയ പല പ്രകടനങ്ങളിൽ പോലും നമുക്ക് രാഘവ് ചദ്ദയുടെ അസാന്നിധ്യം പ്രകടമാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരപ്രചാരകരാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആ ഒരു നിരീക്ഷിച്ചു കഴിഞ്ഞാൽ രാഘവ് ചദ്ദയെ കാണാനായി കഴിയില്ല. അപ്പോൾ പാർട്ടിയോട് കൃത്യമായ അകലം അദ്ദേഹം ഇട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊടുവിൽ പക്ഷേ ഒറ്റയ്ക്കല്ല പോയത്, മറിച്ച് പാർട്ടിയെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ സന്ദീപ് പഥക് ഉൾപ്പെടെയുള്ള അശോക് മിത്തലിനെ പോലുള്ള പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കളെയും കൊണ്ടാണ് രാഘവ് ചദ്ദ ഇപ്പോൾ ഈ പാർട്ടി വിട്ടിരിക്കുന്നത്. അതിൽ ഇനിയും 4 പേർ ഉണ്ടെന്ന് പറയുന്നു. അവരെന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. അവർ രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ലയനവുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിരിക്കുന്നു എന്നതാണ്. കാരണം 3-ൽ 2 എംപിമാർ കൂറുമാറുകയാണെങ്കിൽ അവിടെ അയോഗ്യത പ്രാവർത്തികമാകില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ അവർ ലയനവുമായി ബന്ധപ്പെട്ടുള്ള കത്ത് രാജ്യസഭാ അധ്യക്ഷന് കൈമാറി എന്നാണ് അറിയിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ പലയിടങ്ങളിൽ ഇപ്പോൾ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായി ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു, പഞ്ചാബിൽ നിന്നുള്ള എംപിമാരുണ്ട്, അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ നേതാക്കൾ 7 പേർ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.